വടാട്ടുപാറയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കായിരുന്നു കേട്ടോ. കോതമംഗലം തട്ടേക്കാട് അടുത്തായിരുന്നു റിസോർട്ട്. ഒരു തറവാട് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഫോട്ടോസിലെല്ലാം ഞങ്ങൾ കണ്ടത്. അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ലൊക്കേഷൻ അയച്ചു തന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കനാലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ പൂളുള്ള ലൊക്കേഷൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിയൊന്നും കാണാതെ ആദ്യമേ പോയി കണ്ടത് പൂളായിരുന്നു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിന്റെ റൂമുകളുടെ ഫ്രണ്ടേജ്. ഓരോ റൂം തുറന്നു നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ളി വുഡൻ ഫിനിഷിൽ ചെയ്തേക്കുന്നതാണ്. ഫസ്റ്റ് റൂമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇന്റീരിയേഴ്സ് എല്ലാം കാണാനും, ലൈറ്റും എല്ലാം, AC സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതേ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു അത്ഭുതം കണ്ടോ? തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് കാണാം. അത് ഫസ്റ്റ് റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെന്നപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഈ പറഞ്ഞ എല്ലാ സർവീസസിലും. അത് കഴിഞ്ഞ് സൈഡിൽ മാറിയൊരു റൂം കണ്ടു. അത് ഏതാണ്ട് ഒരു കപ്പിൾ ഫ്രണ്ട്ലി റൂം എന്നൊക്കെ പറയാം. ഒരു സിംഗിൾ റൂമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയൊരു റൂം. അപ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ ന്യൂലി വെഡഡ് കപ്പിൾസ് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെ ഇത്രയും ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 ഏക്കറോളം ഈ ഒരു സ്ഥലം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ. നമുക്ക് പ്ലേ ഗ്രൗണ്ട് പോലെ പിള്ളേർക്കൊക്കെ എത്ര വേണമെങ്കിലും കളിക്കാവുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജ് ഏരിയയാണ്. ഇതിന്റെ സൈഡിൽ ഇവിടെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പൂള് വരുന്നത് കേട്ടോ. പൂളിന്റെ അടുത്ത് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഡൈനിങ് ഏരിയ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിന്റെ സൈഡിൽ ഒരു റെയിൻ ഡാൻസിന്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. ഞങ്ങൾക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ട്രീ ഹൗസസ് ഒരു 3 നമുക്ക് അവിടെ കാണാം. ഊഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പും എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിള്ളേരൊക്കെ ആദ്യമേ തന്നെ ഊഞ്ഞാലി കയറി റെഡി ആയിരിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂലി വെഡഡ് കപ്പിൾസ് മോളിൽ കയറി ഇരുന്ന് ഭയങ്കര റൊമാൻസാ. വന്നപ്പോ മുതൽ കറങ്ങി നടക്കുക ഈ ഫുൾ ഏരിയ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂളിലേക്ക് ഇറങ്ങി കളിക്കാനൊക്കെയുള്ള പരിപാടിയിലേക്കായി എല്ലാവരും. കൊച്ചിച്ചനും പിള്ളേരും കൂടി അവിടെ ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ സൈഡിൽ തന്നെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചിക്കൻ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു. ഞങ്ങൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതിന്റെ സൈഡിൽ തന്നെ വലിയൊരു ഗ്രില്ലും ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അവര്. ഇതാണ് ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ. ഞങ്ങളുടെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. തീയൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേണ്ട സ്നാക്സിനുള്ള ഐറ്റംസും ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഐറ്റംസും ടച്ചിങ്സിന്റെ ഐറ്റംസും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന നമ്മുടെ മെയിൻ കുക്ക്. ചേട്ടൻ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഏതാണ്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കും പൂളിലേക്ക് ഇറങ്ങാനായിട്ട് അവിടെ എല്ലാവരും ധൃതി പിടിച്ചു തുടങ്ങി. എന്റെ വീട്ടിലെ പിള്ളേർ അതിന് ചാടി ഇറങ്ങി. ഇതുപോലുള്ള പരിപാടിക്കൊക്കെ വരുമ്പേ ലേഡീസ് ഒന്നും വർക്ക് ചെയ്യില്ല, അതറിയാലോ അല്ലേ. ജെന്റ്സിന് എല്ലാവർക്കും ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ ഇൻട്രസ്റ്റ് കൂടുതലും, ലേഡീസിന് എല്ലാവർക്കും കുറച്ച് റെസ്റ്റുമാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം. അത് എപ്പോഴും ലേഡീസ് തന്നെ വീട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല കേട്ടോ. എന്നാലും നമ്മളൊക്കെ കൂടുതൽ റെസ്റ്റ് എടുക്കും. ചേട്ടന്മാർ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി അവിടെ കുക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വരും. അദ്യക്കുട്ടൻ മറ്റേ വാട്ടർഫോൾസിന്റെ അടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയ കാരണം കൊണ്ട് ആദ്യം ആൾക്കൊരു പേടി ഉണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. അപ്പൊ അത് കാരണം ഞാൻ മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവിടെ വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു ആദ്യം. പിന്നെ എല്ലാവരും ഇറങ്ങി ഭയങ്കര കളിയായി തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ചേട്ടന്മാരൊക്കെ പുറത്തേക്ക് പോയേക്കുമായിരുന്നു കേട്ടോ. ഡിന്നർ കോംപ്ലിമെന്ററി അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഫുഡ് വാങ്ങാലോ എന്ന് കരുതി ഞങ്ങൾ പുറത്തേക്ക് പോയി. ഞങ്ങൾ തന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഗ്രില്ല് മാത്രം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തു. അപ്പോഴത്തേക്കും എല്ലാവരും ഫുൾ ഓൺ വൈബിലായിട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി ചില്ലായി തുടങ്ങി. കൂടുതൽ ചില്ലാവാൻ വേണ്ടി ഞങ്ങൾ ഇതുപോലൊരു ചിയേഴ്സൊക്കെ അടിച്ച് അത്യാവശ്യം ചിൽ വൈബിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൈവസിയെ മാനിച്ച് എന്താണെന്നോ ഏതാണെന്നോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പിന്നെ നിന്നില്ല. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ്. ഇതുപോലെ ഡാൻസും പാട്ടും തുള്ളലും ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചുപൊളിയായിരുന്നു അവിടെ. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്ത 3 ഫാമിലീസും കൂടി ഉണ്ട് കേട്ടോ.
കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ ലീവിന്റെ ഇഷ്യൂസും കാരണം കൊണ്ട് വരാൻ പറ്റാതിരുന്ന ആൾക്കാരാണ്. അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ചേട്ടൻ, അതുപോലെ നല്ല വൈബുള്ള വേറെ രണ്ട് കസിൻസ്, അങ്ങനെ കുറച്ച് പേരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ബാക്കിയുള്ളവർ ഒട്ടും മോശമൊന്നുമല്ല, ഞങ്ങളും അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 4-5 പേര് കൂടിയാൽ മതി, അന്നത്തെ ദിവസം അടിപൊളിയല്ലേ. ബാംഗ്ലൂർ ഡേയ്സ് സിനിമ ഇറങ്ങിയ സമയത്തില്ലേ, ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സിനെയും ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. അതിൽ 3 പേരുള്ളെങ്കിലും ഞങ്ങൾ അതിന്റെ 3 ഇരട്ടി ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ പണ്ടത്തെ വാത്സല്യം സിനിമയില്ലേ, ആ സിനിമയിലെ പോലെ ഒരു തറവാടും അതുപോലത്തെ ഒരു വല്യമ്മാവന്റെ മകളാണ് കേട്ടോ ഞാൻ. അതുപോലത്തെ ഒരു തറവാടും അവിടുത്തെ ഒരു 8 മക്കളും അവരുടെ പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് വലിയൊരു ഫാമിലി തന്നെയാണ് കേട്ടോ ഞങ്ങള്. ഈ ഒരു സന്തോഷം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.